കർക്കിടക മാസാചരണത്തോടനുബന്ധിച്ച് പാമ്പാടി ചെറുവള്ളിക്കാവ് ദേവീക്ഷേത്രത്തിലെ മൂന്നാമത് 12 പാത്ര ഗുരുതി വഴിപാട് ഈ മാസം 12-ന് നടക്കും. വെള്ളിയാഴ്ച രാത്രി 7:45 ആരംഭിക്കുന്ന ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി പെരിഞ്ഞേരിമന വാസുദേവൻ നമ്പൂതിരി മുഖ്യ കാർമ്മികനാവുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വർഷത്തിൽ 2 തവണയാണ് ക്ഷേത്രം തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ 12 പാത്ര ഗുരുതി നടക്കുന്നത്. കൂടാതെ 2 തവണ ക്ഷേത്രം മേൽശാന്തിയുടെ നേതൃത്വത്തിൽ നടഗുരുതിയും നടക്കുന്നു. അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ചാന്താട്ടം വഴിപാടും ക്ഷേത്ര പുനർനിർമ്മാണത്തിന് ശേഷം ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ടെന്ന് ക്ഷേത്രം ദേവസ്വം സെക്രട്ടറി സജികുമാർ MR അറിയിച്ചു. കർക്കിടക മാസാചരണത്തോടനുബന്ധിച്ച് കർക്കിടകം 1 മുതൽ 32 വരെ ക്ഷേത്രത്തിൽ ഗണപതി ഹോമം, ഭഗവതി സേവ, രാമായണ പാരായണം, ഭജന എന്നിവയുണ്ടായിരിക്കും. കർക്കിടക വാവുബലി ദിനമായ ആഗസ്റ്റ് 12-ന് വെളുപ്പിന് 5 മുതൽ ക്ഷേത്രക്കടവിൽ പിതൃതർപ്പണത്തിനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും. ഇരുന്ന് പിതൃതർപ്പണം ചെയ്യാൻ സാധിക്കാത്തവർക്ക് നിന്നുകൊണ്ട് ചടങ്ങുകൾ പൂർത്തിയാക്കാനുള്ള സൗകര്യവും ഒരുക്കും. അന്നേ ദിവസം ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് തിലഹോമം, നമസ്കാരം, പിതൃപൂജ തുടങ്ങിയ വഴിപാടുകളും നടത്താവുന്നതാണ്. കർക്കിടക മാസം 27-ാം തീയതി, അതായത് ആഗസ്റ്റ് 12 ബുധനാഴ്ച രാവിലെ 5 മുതൽ ക്ഷേത്ര കടവിൽ കർക്കിടക വാവുബലി നമ്മൾ നടത്തുവാനുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് വർഷങ്ങളായിട്ട് ഭക്തജനങ്ങളുടെ നല്ല പങ്കാളിത്തം നമുക്കതിന് ഉറപ്പാക്കാനും സാധിച്ചിട്ടുണ്ട്. ഇരുന്ന് ബലിതർപ്പണം നടത്തുവാൻ ബുദ്ധിമുട്ട് ഉള്ള ഭക്തജനങ്ങൾക്ക് നിന്ന് ആ വഴിപാട് നടത്തുവാൻ, തർപ്പണം നടത്തുവാനുള്ള സൗകര്യം കൂടി നമ്മൾ ഇപ്പോൾ 2 വർഷമായിട്ട് നമ്മുടെ ക്ഷേത്രത്തിൽ അത് ക്രമീകരിച്ചിട്ടുണ്ട്. കൂടാതെ കർക്കിടക മാസത്തെ ആയില്യ പൂജയും വാവുബലി ദിനമായിരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ ദേവസ്വം സെക്രട്ടറിക്കൊപ്പം പ്രസിഡന്റ് AN രാജേന്ദ്രൻ നായർ, വൈസ് പ്രസിഡന്റ് PR അജിത് കുമാർ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാമ്പാടി.